കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ഇന്നത്തെ കളഭാലങ്കാരം പ്രത്യേകതയാണ്. മരപ്രഭുവായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ഒരു മരം പോലെ ഇങ്ങനെ കളഭ കൊണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം കാണാം. അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത്. ചെവിയിൽ കുണ്ടലങ്ങൾ, എന്താ നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മരപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണനെ ചാർത്തിരിക്കുന്നത്. തിരുമുടിമാല 3 ചാർത്തിരിക്കുന്നത്. വെളുത്ത പൂവിൻ്റെ നടുവിൽ തെച്ചിപ്പൂ ധാരാളമായി കൊണ്ട് 2. അതിൻ്റെ മുകളിൽ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് 1. അങ്ങനെ 3 തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂക്കൾ ധാരാളമായിട്ട് അതിൻ്റെ തെച്ചിയും തുളസിയും ഇടകലർന്ന ഇടകൾ നല്ല ഭംഗി. പിന്നെ വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, ശംഖുപുഷ്പം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ടമാല വേറെയും. അങ്ങനെ 2 ഉണ്ടമാലകളും 3 തിരുമുടിമാലകൾ ചാർത്തി. അതിൻ്റെ നടുവിൽ പൊന്നുണ്ണി കാണാൻ മരപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ ചാർത്തിരിക്കണത്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, തെച്ചി തുളസി വെളുത്ത പൂവായിട്ടുള്ളതൊന്ന്, പിന്നെ വെളുത്ത പൂവും തുളസിയും മാത്രമായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 2. അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ട് നിറഞ്ഞു. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് മരപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 92 കർമ്മ മിശ്ര ഭക്തിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിന് മലയാള വിവർത്തനം എഴുതിയത് വൈത്തലടക്കാട് നാരായണ നമ്പൂതിരിയാണ്. അപ്പോൾ 92 ദശകത്തിലെ ശ്ലോകം 1 മലയാള വിവർത്തനമാണ് ചെല്ലണത്. ചൊല്ലുന്നു വേദജാലം ഫലമതിലണുവും കാംക്ഷ ചേരാതെ കർമ്മം ചെയ്യാൻ ഞാൻ സർവമീശ തവ ചരണയുഗേ അർപ്പണം ചെയ്തിടുന്നേൻ ചെയ്യാവൂ വേദയുക്തം മനതനു വചനസാ കർമ്മമെന്നാലധർമ്മം ചെയ്തെന്നാൽ ജ്ഞാനവർജ്യം കരുതണമതുമേ നിന്നിലർപ്പിച്ചതായി താൻ ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ മരപ്രഭുവായിട്ടാണ് നിൽക്കുന്നത്. ആ എല്ലാറ്റിലും കണ്ണൻ ഇരിക്കേണ്ടതെന്നുള്ളത് കാണിക്കുകയാണ് അതിൽ. ആ മരപ്രഭുവിനെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കലികാലത്ത് നാമം ജപം മാത്രമേ കണ്ണനിലേക്ക് വരാനുള്ള ഒരു മാർഗമുള്ളൂ. അപ്പം പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.